മൊബൈൽ ഇല്ലാതെ പഠിക്കാൻ പറ്റില്ലേ മോനെ? അങ്ങനെയല്ല അമ്മേ, മൊബൈൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കില്ലേ? അത് ഇല്ലാതിരിക്കുന്നതാണ് നിനക്ക് യൂസ്ഫുൾ എന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ എന്നെ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാ കാണുന്നത്. ഞാനിപ്പോ ഒരു യുവാവാ അമ്മേ, ഒന്ന് മനസ്സിലാക്ക്. യൗവനം യേശുവിന് മാത്രമാ മോനെ, അത് മറ്റാർക്കും കൊടുക്കരുത്. ഒരുപക്ഷെ ഈ പരിപാടി കാണുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഈ പരിപാടി കാണുകയായിരിക്കാം. നിങ്ങളുടെ രക്ഷ കാത്തുകൊള്ളുക. അഭിഷേകിക്കപ്പെട്ട് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും. സാക്ഷിയായി നിർത്തുന്നതാണ്. നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നല്ല വീട് എന്ന പരിപാടി കർത്താവ് തന്നെ തുടങ്ങി ഓരോ ആഴ്ചയും ഓരോ തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിച്ചു വഴിനയിച്ചു വരുന്നു. ഇന്നേ ദിവസം യൗവനപ്രായം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. യൗവനപ്രായം എന്ന് പറയുന്നത് പ്യൂപ്പയിൽ നിന്നും മാറി ചിറക് വിരിച്ച് പറക്കുന്ന ചിത്രശലഭത്തെ പോലെ ചിറകടിച്ചു പറക്കുന്ന പ്രായം. വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള മുതിർന്നവർ പോലും തങ്ങളുടെ ആ യൗവനകാലം ഹരിതാഭമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് അനേകം യുവതി യുവാക്കൾ ലോകത്തിനിടം കൊടുത്ത് പാപത്തിൽ കുടുങ്ങി തങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നത്. യുവജനങ്ങൾ കർത്താവിന് ഭയന്ന് കർത്താവിന്റെ വാക്കുകൾക്ക് ചെവി ചായ്ച്ച് പാപത്തെ വിട്ടകലുമ്പോഴാണ് യൗവനപ്രായത്തിലുള്ള അനുഗ്രഹം പൂർണ്ണമായും അവർക്ക് നേടാനാകുന്നത്. ഇപ്പോൾ ജ്യോതി ചേച്ചി എന്ന നാടകം നമുക്ക് കാണാം. ചേച്ചി നീ എത്ര തന്നെ തല ചീകിയാലും നിന്റെ മുഖം അതേപോലെ തന്നെ ആയിരിക്കും. സൂക്ഷിച്ച്, മുടി കൊഴിഞ്ഞു പോകും. ചുമ്മാ കളിയാക്കല്ല അമ്മേ, കോളേജിലെ ആദ്യത്തെ ദിവസമല്ലേ, അതാ. ശരിയമ്മേ, ഞാനെന്നാ പോയിട്ട് വരാം. നീ കോളേജിൽ പോയാലും നീ ആരാണെന്നുള്ളത് മറക്കരുത്. അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റുമേ? ശരി മോനെ, സൂക്ഷിച്ചു പോയിട്ട് വാ. അമ്മേ, എനിക്കൊരു മൊബൈൽ ഫോൺ വേണമായിരുന്നു അമ്മേ. കോളേജിൽ പോയ ആദ്യ ദിവസം തന്നെ മൊബൈൽ ഫോണോ? എന്തിനാടാ? പഠിക്കാൻ യൂസ്ഫുൾ ആയിരിക്കില്ലേ, അതുകൊണ്ടാ ചോദിച്ചേ. മൊബൈൽ ഇല്ലാതെ പഠിക്കാൻ പറ്റില്ലേ മോനെ? അങ്ങനെയല്ല അമ്മേ, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കില്ലേ? അങ്ങനെയാണോ? അത് ഇല്ലാതിരിക്കുന്നതാ നിനക്ക് യൂസ്ഫുൾ എന്നാ എനിക്ക് തോന്നുന്നത്.
അമ്മ, കോളേജിൽ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ടമ്മേ. അങ്ങനെ പറ. എല്ലാവരുടെ കയ്യിലും അത് ഉള്ളത് കൊണ്ട് ഇപ്പൊ നിനക്കും വേണം, അങ്ങനെയല്ലേ? നീ സെൽഫോൺ ചോദിക്കുന്നത് നിന്റെ പഠിത്തത്തിന് വേണ്ടിയല്ല, പത്രാസിന് വേണ്ടിയല്ലേ? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാതെയാ ചോദിക്കുന്നേ. അമ്മ എന്നെ എപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാ കാണുന്നത്. അമ്മ, ഞാനിപ്പോ കോളേജിലാ പഠിക്കുന്നത്, ഒന്ന് മനസ്സിലാക്ക്. നീ ഇനി കിഴവനായാലും എന്റെ മോൻ തന്നെയാടാ. അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നോ, അല്ലാതെ വാങ്ങിച്ചെടുത്ത് കേട്ടോ. നിങ്ങൾക്കിതിന് എവിടുന്ന കാശ്? സെൽഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എവിടുന്ന കാശെന്ന്? അത് അനിയ ഒരു മിനിറ്റ്. എന്താണ് അനിയേട്ടാ? അതായത് എന്റെ മോൻ കോളേജിൽ ജോയിൻ ചെയ്തു. അവന് അത്യാവശ്യമായിട്ട് ഒരു സെൽഫോൺ വേണമെന്ന്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ എന്റെ കൈ കാശൊന്നുമില്ല, നിങ്ങളൊന്ന് തന്ന് സഹായിച്ചാൽ നന്നായിരിക്കും. മാസം മാസം എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ അനിയ. ആ ശരി. വളരെ നന്ദിയുണ്ട് അനിയ. എന്നാ ശരി. ശരി. എന്താ ഇത്? സെൽഫോണിന് അത്ര അത്യാവശ്യമൊന്നുമില്ലല്ലോ, അതിനെന്തിനാ കടം വാങ്ങിച്ചത്? ഇവന്റെ പഠിത്തത്തിന് വേണ്ടിയല്ലേ? അവൻ നന്നായിട്ട് പഠിച്ച അതിന്റെ പ്രയോജനം നമുക്കൂടിയല്ലേ? അവൻ പഠിക്കാൻ വേണ്ടി ചോദിച്ചാണെങ്കിൽ സാരമില്ല. ഇങ്ങനെയാ അവക്കും സെൽഫോൺ വാങ്ങിച്ചു കൊടുത്തത്. എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. നീ എന്ത് ചെയ്തോണ്ടിരിക്കയാടാ? പഠിക്കാതെ എന്ത് ചെയ്തോണ്ടിരിക്കാന്ന്? അല്ല മാം, ഫ്രണ്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നു, അതാ നോക്കിയത്. സമയം മോഷ്ടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഈ സെൽഫോണിനുണ്ട് മോനെ. അത് ശരിക്കും മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നീ കുടുങ്ങിയത് തന്നെ. പറഞ്ഞെന്നേ ഉള്ളൂ, സൂക്ഷിച്ച്. അങ്ങനെയൊന്നും അല്ലമ്മേ. ഞാൻ എന്താ ഈ മൊബൈൽ ഫോണിന് അടിമയെങ്ങാനാണോ? അടിമയാകുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അത് ലോങ് ടൈം പ്രോസസ്സാ. അമ്മ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അമ്മ ചെല്ല്. കാപ്പി കുടിക്കേ. എന്നാ എന്തു കോലമാടാ ഇത്? മുടിക്ക് കളർ ചെയ്തിരിക്കുക. അമ്മ, ഇത് പുതിയ സ്റ്റൈലാ. എന്താടാ സ്റ്റൈല്? നീ ആരാണെന്നുള്ളത് മറന്നുപോയോ നീ? ലോകത്തിന്റെ പോക്കിൽ പോകരുതെന്നല്ലേ? ലോകത്തിനൊത്ത വേഷം ധരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? എല്ലാരും നിന്നെ കണ്ടു മാറണോ അതോ നീ അവരെ കണ്ടു മാറണോ? അമ്മ, ഇതിലിപ്പോ എന്താ തെറ്റ്? ഞാൻ മുടിക്കല്ലേ കളർ ചെയ്തിരിക്കുന്നേ. തുടക്കം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിന്നെ ദിശ തിരിക്കാനായി ഇവിടുന്നായിരിക്കും പിശാചി തുടങ്ങുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. നിന്റെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. നീ ചോദിച്ച ഉടനെ സെൽഫോൺ വാങ്ങിച്ചു തന്നില്ലേ? നീ ഇതിൽ കൂടുതൽ പറയും. അമ്മയൊന്ന് വെറുതെ ഇരുന്നേ.
ദേ നോക്കുമോനെ, നിന്റെ പ്രായത്തില് ഇപ്പൊ എന്ത് കണ്ടാലും അതിശയം തോന്നും, ആഗ്രഹിക്കുകയും ചെയ്യും. നിന്റെ സ്കൂൾ ലൈഫ് അനുഭവം വേറെ, നിന്റെ കോളേജ് ലൈഫ് അനുഭവം വേറെ. നിന്നെയും നിന്റെ പ്രായത്തെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷേ നീ നിന്റെ മനസ്സിലെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം യൗവനപ്രായം യേശുവിന് മാത്രമാണെന്ന് തീരുമാനം എടുക്കണം. ദാനിയേലും യോസേഫും യൗവനപ്രായത്തിലെടുത്ത തീരുമാനമാണ് അവരെ കർത്താവിന് വേണ്ടി ജീവിക്കാനിടയാക്കിയത്. സാധു സുന്ദർ സിംഗിനോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, വയസ്സായി കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് വന്നാൽ പോരെ, യൗവനപ്രായത്തിൽ സന്യാസം ആവശ്യമാണോ എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം, യൗവനപ്രായത്തിൽ എനിക്ക് വേണ്ടി ജീവൻ തന്നെ കൊടുത്ത യേശുവിന് ഞാൻ എന്റെ യൗവനപ്രായം കൊടുക്കാതെ വയസ്സായതിനു ശേഷം കൊടുത്തിട്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു. യൗവനപ്രായം യേശുവിനുള്ളതാണ് മോനെ, അത് മറ്റൊന്നിനും ഉപയോഗിക്കരുത്. ഇതെന്തുകൊണ്ടാ ഞാനിപ്പോ പറയുന്നതെന്നോ, ഇനിയും 2 വർഷം കൂടി ഞാൻ നിന്നെ ഇങ്ങനെ വിട്ടാ നിന്നെ എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. കരഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് കഴിക്കും, ലോകം മധുരിക്കും. പ്രായം അങ്ങനത്തല്ലേ. അമ്മ പറയുന്നത് കേൾക്കുമോനെ, പഠിത്തത്തിലല്ലാതെ മറ്റൊന്നിലും നിനക്ക് ശ്രദ്ധയുണ്ടായിരിക്കരുത്. പ്രത്യേകിച്ച് നിന്റെ ഫോണില് ധാരാളം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കാണുമല്ലോ. നിന്റെ പഠിത്തത്തിന് യൂസ് ആകാത്ത എല്ലാ ആപ്പും ആദ്യം ഡെലിറ്റ് ചെയ്യ്. അമ്മയുടെ ഈ ഉപദേശം കേൾക്കുമോനെ, പ്ലീസ്. നിന്റെ ജീവിതം പച്ചപിടിക്കും. യൗവനപ്രായം യേശുവിന് മാത്രമുള്ളതാണ്. ശരി, വാ മോനെ, പോകാം. എന്തു പറയുന്നു ജ്യോതി ചേച്ചി? നാടകം കണ്ടില്ലേ? നിങ്ങൾക്കത് പ്രയോജനപ്രദമായിരുന്നോ? ഇപ്പോൾ കർത്താവിന്റെ വാക്കുകൾ പങ്കുവച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ്. നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിന്റെ വചനം ധ്യാനിക്കാനും കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കാനുമുള്ള ഭാഗ്യം കർത്താവിന്റെ കൃപയിലൂടെ കിട്ടിയതിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഈ പരിപാടി യുവതി യുവാക്കൾ, സഹോദരി സഹോദരന്മാർ കാണാനുള്ള കൃപ കർത്താവ് തന്നിരിക്കുകയാണ്. ഈ പരിപാടി കാണാനുള്ള ഒരവസരം കിട്ടിയിട്ടുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇന്നേ ദിവസം കർത്താവിന്റെ വചനം ധ്യാനിക്കാനായി എത്തിയിരിക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്, ഉയർച്ച നൽകുന്നതാണ്. നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. സഭാപ്രസംഗി 12:1 പറയുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ യൗവനപ്രായം എന്നത് വേദപുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നന്നായി മനസ്സിലാകുന്ന പ്രായമാണ്. ഒരു ശുശ്രൂഷയ്ക്കോ അല്ലെങ്കിൽ ആത്മീയ സമ്മേളനത്തിനോ പോകുമ്പോൾ അവിടെയുള്ള ശുശ്രൂഷകൻ പറയുന്ന കർത്താവിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്ന പ്രായമാണ്. കർത്താവിന്റെ വചനങ്ങൾ ഓരോന്നായി ഓർത്തുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, ആ വചനങ്ങൾക്ക് കീഴടങ്ങുന്ന അനുഭവം തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതായത് ഇന്ന് ശുശ്രൂഷാപാതയിൽ ചില യുവതി യുവാക്കൾ വരാറുണ്ട്. അവരുടെ പേരൻസ് കരഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ യുവാക്കൾ തന്നെ പറയാറുണ്ട്, ഞാനപ്പോൾ ചിന്തിക്കാതെ പോയല്ലോ, ഇത് തെറ്റാണെന്ന് എനിക്കപ്പോൾ തോന്നിയില്ലല്ലോ, ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇത്ര വലിയ പടുകുഴിയിൽ വീണല്ലോ, ഇത് ഇത്രയ്ക്ക് മോശമായ ഒരു വഴിയാണെന്ന് അന്ന് ഞാൻ ചിന്തിക്കാതെ പോയല്ലോ. നിങ്ങൾ ബൈബിൾ വായിക്കാറില്ലേ? ഉവ്വ്, വായിക്കാറുണ്ടായിരുന്നു. ആ വചനത്തിലുള്ളത് സ്വായത്തമാക്കാനുള്ള അനുഭവം, ആ വചനം എന്തോ ഒരു കടമയ്ക്ക് വേണ്ടി വായിച്ചു എന്നല്ലാതെ അതോടെ കഴിഞ്ഞു. അത് വെറുതെ ഒരു കടമയ്ക്ക് വേണ്ടി വായിച്ചാൽ ഒരിക്കലും ഉപകാരപ്പെടില്ല. ആ മക്കൾ പറയാറുണ്ട്, വായിക്കാറുണ്ട് ആന്റി, വായിക്കാതിരിക്കാൻ പറ്റുമോ? വായിക്കാറുണ്ട്. എന്നാൽ ആ വചനത്തിലൂടെ കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. എന്തോ അമ്മയോ അപ്പനും ബൈബിൾ വായിക്കാൻ പറയുന്നത് കൊണ്ട് ഒരു അധ്യായം വായിച്ചിട്ട് ഇറങ്ങി ഓടും. എന്താണ് വായിച്ചത് എന്ന് ചോദിച്ചാൽ പോലും ചില ദിവസം പറയാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരനുഭവം കാരണം
കർത്താവിന്റെ വചനങ്ങൾ ധ്യാനിക്കാതെ, കർത്താവിനെ ഓർമ്മിക്കാതെ ഇന്ന് എത്രയോ യുവാക്കളും അതുപോലെ യുവതികളും മനുഷ്യരുടെ, അതായത് ദുഷ്ടബുദ്ധിയുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിച്ച് വഞ്ചിക്കപ്പെട്ടു പോകുന്നതിനാൽ ഇന്ന് എത്രയോ യുവജനങ്ങളുടെ ജീവിതം പാഴായി പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നോ, കർത്താവ് പാപികളെ സ്നേഹിക്കുന്നവനാണ്. അവന്റെ അടുക്കൽ ചെന്ന് കർത്താവേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ കർത്താവേ എന്ന് നിങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അപേക്ഷിച്ചാൽ അവൻ ക്ഷമിക്കുന്ന കർത്താവാണ്. മനസ്സലിവുള്ള ദൈവമാണ്. അവൻ പാപികളെ സ്നേഹിക്കുന്ന ദൈവവുമാണ്. നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന കേട്ട് തീർച്ചയായും നിങ്ങളുടെ പാപങ്ങളെ അവൻ ക്ഷമിക്കും. എങ്കിലും ചിലപ്പോൾ ക്ഷമ ചോദിച്ചാൽ പോലും ചിലർ പറയാറുണ്ട്, ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നുണ്ട്, എങ്കിലും എനിക്ക് ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇന്ന് അതാണ് പ്രശ്നം. എത്രയോ മക്കൾ കർത്താവിന്റെ വചനത്തെക്കുറിച്ച് ഓർക്കാതെ കൂട്ടുകാര് വിളിക്കുമ്പോൾ വാ കുറച്ചൊക്കെ മദ്യപിക്കാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകളെ മാനിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവര് വിളിക്കുമ്പോൾ മദ്യപിക്കാനായി പോകും. ലഹരി വസ്തുക്കളുടെ കാര്യവും അങ്ങനെയാണ്. രുചിച്ചു നോക്കാം, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. അത്തരം മനുഷ്യരുടെ ആ വാക്കുകൾ കേട്ട് ആ വാക്കുകളാൽ വഞ്ചിക്കപ്പെട്ട് പൂർണ്ണമായും അവരുടെ ജീവിതം തന്നെ നശിച്ചുപോയ അവസ്ഥയാകും. ചിലർ പറയാറുണ്ട്, അവരുടെ വാക്കുകൾ എന്നെ മയക്കി, എനിക്ക് സ്വബോധമില്ല. അന്ന് ഞാൻ കർത്താവിനെ ഓർത്തിരുന്നെങ്കിൽ ഇത്തരം ഒരു പടുകുഴിയിൽ ഞാൻ വീഴുകയില്ലായിരുന്നു. അതായത് പല സഹോദരി സഹോദരന്മാരും പറയുന്നത് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉപദേശങ്ങൾ തേടി വരാറുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോ സഹോദരിയോ ആയിരിക്കാം. നിങ്ങൾ ഏത് സമയത്തും ഓരോ നിമിഷവും കർത്താവിനെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ആയിരിക്കണം. കാരണം ആരെ വിഴുങ്ങേണ്ടു എന്ന് പിശാചി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കണം. കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ വഞ്ചിക്കപ്പെട്ടേക്കും. ദുഷ്ടരായ മനുഷ്യരുടെ വാക്കുകൾ അങ്ങനെയാണ്, മയക്കിക്കളയും. ചിലർ പറയാറുണ്ട്, ആ വാക്കുകളിൽ ഞാൻ മയങ്ങിപ്പോയി, എന്ന ബുദ്ധി നശിച്ചു പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് കരയാറുണ്ട്. ചിലർ പറയും, കർത്താവിനോട് പാപങ്ങളെ ക്ഷമിക്കണേ കർത്താവേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ പാപം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, വീണ്ടും ചെന്ന് വീഴുന്നു. ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ആ വേണ്ടാത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. തെറ്റാണെന്നറിയാം, പാപമാണെന്നറിയാം, എന്നാൽ എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ലല്ലോ, സഹായിക്കണേ എന്ന് പറഞ്ഞ് കരയാറുണ്ട്. അവരുടെ പേരൻസ് കരയുന്നത് കണ്ട് ഇന്ന് ആ മക്കൾ പറയാറുണ്ട്, അയ്യോ എന്റെ പേരൻസ് എന്നെ എത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാകുമെന്ന് ഞാൻ അന്ന് വിചാരിച്ചില്ലല്ലോ, ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ. അങ്ങനെ സ്വാതന്ത്ര്യം നേടാനാവാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാ ചുറ്റുപാടിലും കർത്താവിനെ മാത്രം ധ്യാനിക്കുക. കർത്താവിനെ ധ്യാനിക്കുന്ന ആ അനുഭവം ഉണ്ടാകണം. കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. കർത്താവിന്റെ വഴികളെ ധ്യാനിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കുന്ന സഹോദരനോ സഹോദരിയോ ആയാൽ കർത്താവ് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഉയർന്ന വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഉയർന്ന വഴികൾ കർത്താവ് കരുതിയിട്ടുണ്ട്. എഫേസ്യർ 3 പറയുന്നുണ്ട്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണവൻ. ഇത്രയും വലിയ അനുഗ്രഹം എങ്ങനെയാണ് വന്നത്? അതിശയിച്ചുപോയി. എങ്ങനെ കിട്ടി? കർത്താവിനെ എല്ലായ്പ്പോഴും ധ്യാനിക്കുമ്പോൾ, കർത്താവിന്റെ വചനം ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധവാനായ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ. കർത്താവ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. ഇന്ന് ഇതേപോലെയുള്ള എത്രയോ സഹോദരി സഹോദരന്മാരെ കുറിച്ച് സാക്ഷ്യം പറയാം. കഷ്ടപ്പെട്ട് ഗ്രാമങ്ങളിലേക്കൊക്കെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ സ്നേഹമുള്ള മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. അവരൊക്കെ ആ ഗ്രാമത്തിൽ സാധാരണ ഒരു ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് വരുന്നത്. ചോദിച്ചാൽ നല്ല ഒരു വലിയ കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഇപ്പോഴാണ് ആന്റി ജോലിക്ക് കയറിയത്. എന്റെ അമ്മയും അപ്പനും ഒരുപാട് ജോലി ചെയ്ത് വളർത്തി. മേക്കാട്ട് ജോലിക്ക് പോയി കൂലിപ്പണിയെടുത്തു, അതുപോലെ ചുമട് ചുമന്നു, അതുപോലെ ആരുടെയൊക്കെയോ അടുത്ത് നിന്ന് പലിശയ്ക്ക് കടം വാങ്ങിച്ചിട്ടാണ് എന്നെ പഠിപ്പിച്ചത് എന്നൊക്കെ പറയുന്ന ആ മക്കൾ ഇന്ന് ഇത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച ആ സഹോദരി സഹോദരന്മാർ കൊച്ചുനാൾ മുതലേ എന്റെ പേരൻസ് എന്നെ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചതുകൊണ്ട്, ആ വേദപുസ്തകം വായിച്ച് അതനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്, ഏതൊരു ചുറ്റുപാടിലും കർത്താവിനെ മാത്രം മറക്കരുത്, അവനെ മാത്രം ഓർത്തുകൊള്ളണം എന്ന ആ വാക്കുകൊണ്ട് ഇന്ന് അതാണ് എന്റെ ഈ ഉയർച്ചയ്ക്ക് കാരണമെന്ന് എത്രയോ പേര് സാക്ഷ്യം പറയുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും കർത്താവിനെ ഓർക്കുക, അവന്റെ വചനം ധ്യാനിക്കണമെന്ന് പേരൻസ് പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ വാക്കുകൊണ്ട് ഇന്ന് എനിക്ക് ഉപരിപഠനം നടത്താൻ കഴിഞ്ഞു. ഇത്രയും നല്ലൊരു ജോലി കിട്ടി. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനാണോ ഇത്രയൊക്കെ പഠിച്ച് ഇത്രയും വലിയ ജോലിയിലിരിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അതിശയമാണ് എന്ന് പറയുന്ന പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. മറ്റൊരു വശത്ത് നോക്കിയാൽ ഞാൻ വഴിതെറ്റിപ്പോയല്ലോ,
എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ചിന്തിച്ചു പോലും ഇല്ലെന്ന് പറയുന്ന മറ്റൊരു സഹോദരീ സഹോദരന്മാരുമുണ്ട്. ഇന്ന് കർത്താവ് നിങ്ങളോടാണ് പറയുന്നത്, കർത്താവിന് മുൻപാകെ കർത്താവിനെ മാത്രം ധ്യാനിക്കുക. സംസാരത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പഠിത്തത്തിലും ജോലിസ്ഥലത്തും കർത്താവിനെ മാത്രം നിങ്ങളുടെ കൺമുന്നിൽ നിർത്തുക. ദുഷ്ടരായ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, യോസെഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോസെഫ് പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് വഞ്ചിക്കപ്പെട്ട് പാപത്തിൽ വീഴാനുള്ള ചുറ്റുപാടുണ്ടാകുന്നു. പക്ഷേ യോസെഫ് എന്താ ചെയ്തത്? അതായത് ആ പാപത്തിൽ വീഴാത്ത വിധം സ്വയം സംരക്ഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്നോ? യോസെഫ് കർത്താവിന്റെ കൂടെയുണ്ടായിരുന്നു, അവന്റെ വാക്കുകൾ അനുസരിച്ചു, എപ്പോഴും കർത്താവ് കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോസെഫിന് ഇത് പാപമാണ്, ഇത് കർത്താവിന് ഇഷ്ടമല്ലാത്തതാണ്, ഇത് ചെയ്താൽ നമുക്ക് പ്രശ്നമാണ്, എല്ലാം അറിയാം. ഒരുപക്ഷെ പോത്തിഫറിന്റെ ഭാര്യയുടെ വാക്കിന് ചെവി കൊടുത്ത് എന്തോ ആ അരമനയിൽ ഒരു പദവി കിട്ടിയേക്കുമെന്ന് ചിന്തിക്കാത്ത വിധം കർത്താവ് നൽകുന്ന വഴിയാണ് യഥാർത്ഥ അനുഗ്രഹത്തിനുള്ള വഴി. ആ സ്ത്രീ പറയുന്നത് കേട്ട് കർത്താവിന്റെ വഴി വിട്ട് അകന്നുപോയി. അതിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹം നിലനിൽക്കുന്നതല്ല. കർത്താവിന്റെ അനുഗ്രഹമാണ് മികച്ചത്, നിത്യവും നിരന്തരവുമായ ഒരു അനുഗ്രഹമാണ് കർത്താവ് നൽകിയത്. അദ്ദേഹം പ്രതീക്ഷിച്ചിട്ട് പോലുമില്ലാത്ത അനുഗ്രഹം, അദ്ദേഹം സ്വപ്നം പോലും കാണാത്ത ഒരു വലിയ അനുഗ്രഹമാണ് യോസേഫിന് കിട്ടിയത്, കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി. അന്ന് യോസേഫിനെ സഹായിച്ച കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നൊരു പക്ഷേ നിങ്ങളെ ആരെങ്കിലും വഴിതെറ്റിക്കാനായി മോശമായ ഉപദേശം തന്നേക്കാം. ആരെന്തുപദേശം തന്നാലും ഇത് വചനത്തിന് ഒത്തുപോകുന്നതാണോ, വചനം പറയുന്നതാണോ, കർത്താവിന്റെ ദൃഷ്ടിയിൽ ഇത് ശരിയാണോ, എല്ലാം നന്നായി ആലോചിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഒരുപക്ഷെ ഈ പരിപാടി കാണുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി നിങ്ങൾ ഈ പരിപാടി കാണുകയായിരിക്കാം. നിങ്ങളുടെ രക്ഷയെ കാത്തുകൊള്ളുക. അഭിഷേകിക്കപ്പെട്ട് ഓരോ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുക. അവൻ പരിശുദ്ധമാക്കും. അവൻ നിങ്ങളെ നന്നായി വഴി നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു അനുഭവത്തോടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ കാണുന്നവരും നിങ്ങൾ ആരാധിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം, ആ ദൈവത്തെ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് കർത്താവ് ആ ആത്മാക്കളെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. കർത്താവിന് ഭയന്ന് ജീവിക്കുന്ന നിങ്ങൾ ഇനിയും എല്ലാ കാര്യത്തിലും, സംസാരത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മനുഷ്യർക്കൊരു മാതൃകയായിരിക്കണം. വിശ്വാസികളുടെ മാതൃകയായി നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ വിശ്വാസവും നിലനിൽക്കും. കർത്താവ് എപ്പോഴും നിങ്ങളാണ് എന്റെ സാക്ഷി, ഇപ്പോഴും പറഞ്ഞില്ലേ കർത്താവ് നിങ്ങളാണ് എന്റെ സാക്ഷി എന്ന്. ഇന്ന് കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും, സാക്ഷിയായി നിർത്തും. നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. അങ്ങനെ ഒരു നല്ല അനുഗ്രഹം കിട്ടാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നേ ദിവസം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവേ. ഇന്നേ ദിവസം ഈ വാക്കുകൾ കേട്ട് ആരൊക്കെയാണോ കർത്താവെ തങ്ങൾ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. ഇനി ഞാൻ എന്റെ എല്ലാ വഴികളിലും കർത്താവിനെ ഓർക്കും, അങ്ങയുടെ വചനങ്ങൾ ഞാൻ വായിക്കും, അതനുസരിച്ച് ജീവിക്കും എന്ന് മാത്രമല്ല അത് ധ്യാനിച്ച് അത് ഞാൻ കൈക്കൊള്ളും എന്ന് പറഞ്ഞ് ആരൊക്കെയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് ക്ഷമിക്കുന്ന ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമേ, അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷേ കർത്താവെ, ഇന്ന് പാപത്തിൽ വീണുകിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരുണ്ടായിരിക്കാം. കർത്താവെ, ഞാൻ അങ്ങയോട് ക്ഷമ ചോദിച്ചതിന് ശേഷവും ഞാൻ വീണ്ടും പാപത്തിലേക്ക് വീഴുകയാണ്. മദ്യപാനത്തിന് അടിമയാകുന്നു, ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നു, വേണ്ടാത്ത കൂട്ടുകെട്ടുകൾക്ക് അടിമയാകുന്നു, അശ്ലീല ചിത്രങ്ങൾ കാണുന്നു, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ സമയത്ത് ആരൊക്കെയാണോ തങ്ങൾക്ക് പാപക്ഷമ വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവെ, അങ്ങ് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാകുന്നതിനാൽ പുത്രൻ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്നുള്ള വചനമനുസരിച്ച് ഇവരുടെ മേൽ അങ്ങയുടെ ശക്തി ഇറങ്ങുമാറാകട്ടെ. കർത്താവെ, സ്വാതന്ത്ര്യം നൽകുന്ന അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ. കർത്താവെ, ഈ പാപശീലങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ലഹരി വസ്തുക്കൾക്ക് അടിമയായിരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് സ്വാതന്ത്ര്യം നൽകണേ യേശുവിന്റെ നാമത്തിൽ. മനസ്സ് തളർന്നുപോയിരിക്കുന്ന ഈ ഓരോ സഹോദരീ സഹോദരന്മാരെയും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവെ, ഇവരോരോരുത്തരും അങ്ങയെ ഓർക്കട്ടെ, അങ്ങയുടെ വചനം ഓർക്കട്ടെ. അങ്ങയുടെ കരവലയത്തിൽ നിന്നും വിട്ടുപോകാതെ ഇവരെ കാത്തുകൊള്ളണമേ യേശുവേ. കർത്താവ് ഇവരെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനായി നന്ദി. അങ്ങിവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായി നന്ദി. അങ്ങയുടെ നാമം മഹത്വപ്പെടുന്നതിനായി നന്ദി. കർത്താവ് ഇവരുടെ ചുമതല ഏറ്റെടുത്തതിനായി സ്തോത്രം. താണപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണേ നല്ല പിതാവേ, ആമേൻ. നിങ്ങൾ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനാൽ കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും.
പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നയിക്കും. അതുമാത്രമല്ല, കർത്താവിന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടും. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി പ്രവർത്തിക്കുന്ന യുവാക്കളെ കർത്താവിനെ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ വഴി നയിക്കുന്നതാണ്. നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം കൂടുതൽ മഹത്വപ്പെടും. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശം നൽകാനും ഞങ്ങൾ തയ്യാറാണ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.